ചോദ്യം നമ്പർ 151 ശ്രീ കെ പ്രേംകുമാർ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, എ നടത്തിയിട്ടുണ്ട്. ബി ഈ സർക്കാരിൻ്റെ കാലത്തും മുൻപുള്ള 2 സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ വിൽപ്പനയുടെ കണക്ക് ഞാൻ വായിക്കുന്നില്ല സർ, ഇവിടെ ടേബിൾ ചെയ്തിട്ടുള്ള ഉത്തരത്തിലുണ്ട്. സർ, അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, 2011-12 ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യത്തിൻ്റെ വിൽപ്പനയുടെ അളവ് 2011-12 241.78 ലക്ഷം കേസായിരുന്നു. 241.78 ലക്ഷം കേസ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 2024-25 അത് 228.60 ലക്ഷം കേസാണ്. അപ്പോൾ 241.78 നിന്ന് 228.60 കുറയുകയാണ് ചെയ്തത്. തൊട്ട് മുമ്പത്തെ വർഷവും 2023-24 221 ലക്ഷം കേസാണ്. 2022-23 224 ലക്ഷം കേസാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇത് കുറവാണ് എന്നാണ് കാണുന്നത്. സി, മദ്യത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി എക്സൈസ് വകുപ്പിൽ 2016 ഒക്ടോബറിൽ വിമുക്തി മിഷൻ രൂപീകരിച്ചിരുന്നു. വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, സാമൂഹ്യനീതി, വനിതാ ശിശു വികസനം, പോലീസ്, കായികം, സാംസ്കാരികം തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളുടെയും NSS, SPC, NCC തുടങ്ങി റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയിട്ടുള്ള ഏജൻസികളുടെയും സംഘടനകളുടെയും സഹായത്തോടെ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദമായിട്ടുള്ള മറുപടി ടേബിൾ ചെയ്യാം. യെസ്, ശ്രീ കെ പ്രേംകുമാർ. സർ, മദ്യത്തിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ വിമുക്തി മിഷന്റെ പ്രവർത്തനം എത്രമാത്രം ഫലപ്രദമായിട്ടുണ്ട് എന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, വിമുക്തി മിഷൻ പൊതുവിൽ ലഹരി വർജനം പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2016 മുതലുള്ള സർക്കാരിൻ്റെ നയം മദ്യവർജനത്തിൽ ഊന്നിയിട്ടുള്ളതാണ്. അതിനായി മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിമുക്തിയുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മദ്യത്തിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് 2 സർക്കാരുകളുടെയും മുമ്പുള്ള 2 സർക്കാരുകളുടെയും കാലത്തെ കണക്കാണ് ഇവിടെ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് 2012-13 എന്ന് ഞാനിവിടെ പറഞ്ഞു. 2016 വിമുക്തി മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. 2016 ശേഷം വന്നിട്ടുള്ള ഈ കുറവ് കാണിക്കുന്നത് വിമുക്തി മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണ്, അത് ലക്ഷ്യം കാണുന്നുണ്ട് എന്നതാണ്. സർ, ഇപ്പോൾ മൊത്തം മദ്യവിൽപ്പനയുടെ കണക്കെടുത്താലും നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെതാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും രണ്ടും ചേർത്ത് മൊത്തം മദ്യവിൽപ്പനയുടെ കണക്കെടുത്താലും 2011-12 339.6 ലക്ഷം കേസാണ്. 339.6 ലക്ഷം കേസ്. രണ്ടും ചേർത്താൽ 24-25 330.27 ലക്ഷം കേസാണ് വരുന്നത്. 25 മാത്രമല്ല, കഴിഞ്ഞ ഒരു 15 വർഷത്തെ കണക്കെടുത്താൽ 2011-12 മുതൽ 24-25 വരെയുള്ള കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന രണ്ടും ചേർത്ത്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ചേർത്ത് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന ഉണ്ടായത് 2015-16 355.95 ലക്ഷം കേസ്. അതാണ് 330.27 ലക്ഷം കേസായിട്ട് കുറഞ്ഞത്. 25.73 ലക്ഷം കേസിൻ്റെ കുറവ് ആ 15-16 ഏറ്റവും കൂടുതൽ വിൽപ്പനയുണ്ടായ കാലവും ഈ തൊട്ട് മുമ്പത്തെ വർഷവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിമുക്തി മിഷൻ മദ്യ ഉപഭോഗത്തിനും പൊതുവിൽ ലഹരി ഉപഭോഗത്തിനും എതിരായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 14 ജില്ലകളിൽ വിമുക്തി മിഷന്റെ നേതൃത്വത്തിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ മുഖേന 2025 ആഗസ്റ്റ് വരെ 1,52,320 പേർക്ക് OP-യിലും
12,114 പേർക്ക് IP-യിലും ചികിത്സ നൽകിയിട്ടുണ്ട്. സർ, വിമുക്തി മിഷന്റെ കീഴിൽ സംസ്ഥാനത്തെ 3 കേന്ദ്രങ്ങളിലായിട്ട് 3 ജില്ലകളിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 3 മേഖലാ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ മേഖലാ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ വഴി 2025 ഓഗസ്റ്റ് വരെ 25,010 പേർക്ക് കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. ഇപ്പം നെയ്യാറ്റിൻകരയിൽ, അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രം ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ധാരാളം പ്രവർത്തനങ്ങൾ വിമുക്തി മിഷൻ നടത്തുന്നുണ്ട്. വളരെ വിശദമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. ധാരാളം പ്രവർത്തനങ്ങളാണ് സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വിമുക്തി മിഷൻ നടത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഡി അഡിക്ഷൻ സെൻ്ററിന് പുറമെ മറ്റേതെങ്കിലും നിലയിലുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വകുപ്പ് തയ്യാറായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമാക്കാമോ എന്നതാണ്. സർ, ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഇതിന് അടിമകളായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല വിമുക്തി മിഷനും എക്സൈസ് വകുപ്പും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വാധീനത്തിൽ അകപ്പെടാതിരിക്കാൻ ചെറുപ്പക്കാരെ, കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അവരുടെ ഊർജം മറ്റ് ക്രിയാത്മകമായിട്ടുള്ള മേഖലകളിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ലോകത്താകെ സുപരീക്ഷിതമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രത്യൗഷധം എന്ന നിലയിൽ സ്പോർട്സിൻ്റെ ഉപയോഗത്തെ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ടീം വിമുക്തി എന്ന പേരിൽ സ്പോർട്സ് ടീമുകൾ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു വരികയാണ്. 5000-ഓളം ലഹരി വിരുദ്ധ ക്ലബ്ബുകളുണ്ട്. അവയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷം 2022, 23, 24 വർഷങ്ങളിലായി 1000 സ്പോർട്സ് ടീമുകൾ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ചു. സർ, ഈ വർഷം 500 സ്കൂളുകളിൽ കൂടി ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ടീം വിമുക്തി എന്ന സ്പോർട്സ് ടീം രൂപീകരിക്കും. അതിനുവേണ്ടി 60 ലക്ഷം രൂപയാണ് വകുപ്പ് വകയിരുത്തിയിട്ടുള്ളത്. ഈ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്പോർട്സ് മീറ്റ് ജില്ലാതലത്തിലും എക്സൈസ് സർക്കിൾ തലത്തിലും സംഘടിപ്പിക്കാറുണ്ട്. ദ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന പേരിലാണ് സ്പോർട്സ് മീറ്റ് എല്ലാ വർഷവും നടത്തുന്നത്. ഈ വർഷം നിലവിൽ 220 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ചെസ് മത്സരം, സംവാദ മത്സരം, ചിത്രരചനാ മത്സരം, ഹ്രസ്വചിത്ര നിർമ്മാണ മത്സരം എന്നിവയൊക്കെ ടീം വിമുക്തി മിഷന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർ, ഓരോ സ്കൂളുകളിലെയും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സഹായം, ഏകോപനം ഇതൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകി വരുന്നുണ്ട്. ഇപ്പോൾ കരുതൽ, കവചം എന്നീ പേരുകളിൽ ഇതിനു വേണ്ടിയിട്ട് 2 കൈപ്പുസ്തകങ്ങൾ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സർ, അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രവർത്തനങ്ങൾക്ക്, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി, അവരെ അതിന് സജ്ജരാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം ബാംഗ്ലൂർ നിംഹാൻസിൻ്റെ നേതൃത്വത്തിൽ 142 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് എക്സൈസ് അക്കാഡമിയിൽ വെച്ച് പരിശീലനം നൽകിയിട്ടുള്ളതാണ്. മാത്രമല്ല, കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുന്നതിന് ഇവരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ വർഷം 360 എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് ബോധവൽക്കരണ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം നൽകുന്നത്. മറ്റ് വിദഗ്ധരുടെ സേവനവും ഇക്കാര്യങ്ങളിലെല്ലാം വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. ശ്രീ KV സുമേഷ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ സ്ക്വാഡ് വർക്കൊക്കെ നമ്മുടെ മിനിസ്റ്ററുടെയും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വലിയ നിലയിൽ നടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഈ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുറത്തും അതിൻ്റെ പരിസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ, നമുക്ക് ഇത്തരം ഈ ടീമുകളെ പിടിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമോ? ഇതിൽ അകപ്പെടുന്ന കുട്ടികൾക്ക് നമുക്കൊരു കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമോ? സർ, കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെ കാര്യം ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് സ്കൂൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ്. സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ 2025 ജനുവരി മാസം മുതൽ, ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ സ്കൂൾ പരിസരങ്ങളിൽ നടത്തിയ പരിശോധനകളുടെ എണ്ണം 30,374 സർ. 30,374 പരിശോധനകൾ കേരളത്തിലെ സ്കൂൾ പരിസരങ്ങളിൽ മാത്രം ഈ ജനുവരിക്കും ഓഗസ്റ്റിനുമിടയിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 10 NDPS കേസുകളും 1511 കോട്ട്പ കേസുകളും കണ്ടെടുത്തിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. മയക്കുമരുന്നിനെതിരായിട്ട് വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം 2022 ഓഗസ്റ്റ് 2 മുതൽ വലിയ ക്യാമ്പയിൻ തന്നെ നടന്നു വരികയാണ്. 4 ഘട്ടങ്ങൾ ആ ക്യാമ്പയിൻ പൂർത്തിയാക്കിയിട്ടുണ്ട്.
2025 ജൂൺ 26 മുതൽ ജനുവരി 26, 2026 ജനുവരി 26 റിപ്പബ്ലിക് ദിനം വരെ നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോധവൽക്കരണം മാത്രമല്ല, ബോധവൽക്കരണത്തോടൊപ്പം ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റും എന്നതാണ് സർക്കാരിന്റെ സമീപനം. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ എക്സൈസ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷന് വലിയ പിന്തുണയാണ് മാധ്യമങ്ങളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന്, എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഒന്നാം ഘട്ടത്തിൽ 6344 റെയ്ഡ് നടത്തി 962 പേരെ അറസ്റ്റ് ചെയ്തു. NDPS കേസുകൾ 527 രജിസ്റ്റർ ചെയ്തു. ആകെ 1489 കേസുകളും 6344 റെയ്ഡുകൾ ഒന്നാം ഘട്ടത്തിൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ നടത്തി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ 21 മുതൽ മെയ് 16 വരെ നടത്തി. ഒന്നാം ഘട്ടം വളരെ വിജയകരമായിരുന്നു എന്ന് കണ്ടപ്പോഴാണ് രണ്ടാം ഘട്ടം കൂടി നടത്താൻ തീരുമാനിച്ചത്. സർ, രണ്ടാം ഘട്ടത്തിൽ റെയ്ഡുകളുടെ എണ്ണം 6344 നിന്ന് 10893 ആയിട്ട് ഉയർന്നു. കൂടുതൽ ശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തി. അതുപോലെ തന്നെ സംയുക്ത റെയ്ഡുകൾ പോലീസുമായിട്ടും മറ്റും ചേർന്നുള്ള സംയുക്ത റെയ്ഡുകൾ 398 നടത്തി. സർ, ഈ രണ്ടാം ഘട്ടത്തിൽ പരിശോധിച്ച വാഹനങ്ങളുടെ എണ്ണം 1,04,575 1,04,575 വാഹന പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. 1489 അബ്കാരി കേസുകളും 996 NDPS കേസുകളും ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ രണ്ടാം ഘട്ടത്തിൽ മാത്രം കണ്ടെടുത്തിട്ടുണ്ട്. സർ, ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തും എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ആ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നതിന്റെ കാഴ്ചകളാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കേരളം കണ്ടിട്ടുള്ളത്. പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട്, ഒപ്പം എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്, ഈ രണ്ട് പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇത് നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് നാം അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള തുമ്പ് തേടിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള പ്രഭവ കേന്ദ്രങ്ങളിലെത്താനും കേരളത്തിലെ പോലീസിനും എക്സൈസിനും കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ആന്റണി ജോൺ. സർ, ലഹരി മുക്ത കേരളത്തിനായി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് സർ. ഇവിടെ ഈ മറ്റ് സംസ്ഥാനങ്ങളുമായി, മറ്റ് സ്റ്റേറ്റുകളുമായി കേരളത്തിലെ ഫോറിൻ ലിക്കർ ഷോപ്പുകളുടെ എണ്ണം ഒന്ന് കമ്പയർ ചെയ്യാൻ കഴിയുമോ സർ? യെസ് മിനിസ്റ്റർ. സർ, എൻ്റെ കയ്യിലിപ്പോൾ വിശദമായിട്ടുള്ള കണക്കില്ല. കേരളത്തിൽ 309 ബെവ്കോ ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. ഓർമ്മയിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത്. 309 ഉള്ളതെന്നാണ് ഏകദേശമായിട്ടുള്ള കണക്ക്. പക്ഷേ തമിഴ്നാട്ടിൽ അതിൻ്റെ 10 ഇരട്ടിയുണ്ട് സർ, 10 ഇരട്ടിയുണ്ട്. കർണാടകയിൽ അതിൻ്റെ ഒരു 15 ഇരട്ടിയെങ്കിലും ഉണ്ട് എന്നതാണ് വസ്തുത. ഒരു 5000-ലധികമാണ്. അത് വിൽപ്പനയും, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, വിൽപ്പനയും ഇതിൻ്റെ 10 മടങ്ങാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം എന്നതാണ്. ഇപ്പോൾ അപ്പോൾ 5000-ലധികമാണ് കർണാടകയിലെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം. തമിഴ്നാട്ടിലെ ടാസ്മാക്കിലെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഏതാണ്ട് 3000-ലധികം. കേരളത്തിലുള്ളതിൻ്റെ 10 ഇരട്ടിയാണ്. ശ്രീ കെ ഉണ്ണികൃഷ്ണൻ. സർ, മയക്കുമരുന്നിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ടുപിടിക്കാനും അതിൻ്റെ വിതരണ ശൃംഖല തകർക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇല്ലാതാക്കുന്നതിന് വിമുക്തി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങൂടെ വിശദീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമോ എന്നും, നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൻ്റെ സമയക്രമം, നിയന്ത്രണ വിധേയമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം, അത് സംബന്ധിച്ചെല്ലാം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും അതുപോലെ കേരള ട്രാവൽ മാർട്ടെല്ലാം ചില പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ സന്നദ്ധമാകുമോ എന്നുകൂടി. യെസ് മിനിസ്റ്റർ. സർ, ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ 2 മദ്യനയങ്ങളിലായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മദ്യനയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ മദ്യനയം അനുസരിച്ചിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ, കോൺഫറൻസസ് എന്നിവ, മൈസ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇവൻറ്റുകളുടെ ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലും മറ്റും. അപ്പോൾ നിലവിൽ മദ്യനയത്തിൽ, പ്രാബല്യത്തിലുള്ള മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത്. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, ചാലക്കുടിയിലെ ആദിവാസി ഉന്നതികളിലൊക്കെ മദ്യത്തിൻ്റെ വ്യാപനം വളരെ വ്യാപകമാണ് സർ. അതുകൊണ്ട് പല തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏക ഡി അഡിക്ഷൻ സെൻ്ററാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി സെൻറ്റർ. അവിടെ ഡോക്ടർമാരുടെ അഭാവവും അതുപോലെ മറ്റ് സൗകര്യങ്ങളുടെ കുറവുകളും കൊണ്ട് പലപ്പോഴും വേണ്ട രീതിയിലുള്ള സേവനങ്ങൾ അവിടെ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പുതിയൊരു കെട്ടിടം നിർമ്മിച്ച് വിമുക്തി സെൻറ്റർ വിപുലീകരിച്ച് അതിനുവേണ്ട സൗകര്യങ്ങളും ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? സർ, ബഹുമാനായിട്ടുള്ള MLA ഉന്നയിച്ചിട്ടുള്ള രൂപേണ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം അവിടുത്തെ അഡിക്ഷൻ സെൻ്ററിനെ ശക്തിപ്പെടുത്തണമെന്നതാണ്. കൗൺസിലിംഗ് സെൻ്ററിനെയും ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. അവിടെ കൂടുതൽ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കണം എന്നതാണ്. ആ കാര്യം വളരെ അനുഭാവപൂർവ്വം തന്നെ പരിശോധിക്കുന്നതാണ്. പുതിയ കെട്ടിടത്തിൻ്റെ ആവശ്യം അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അറിയിക്കാൻ, സഭയിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കാനുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിനും മറ്റ് MLA മാർക്കുമൊക്കെ അവരവരുടെ സ്ഥലം, ഇപ്പോൾ അവിടെയാണ് ചാലക്കുടിയിലാണ് ഡി അഡിക്ഷൻ സെൻ്റർ ഉള്ളത്, ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിക്കുന്നതിനുള്ളൊരു അവസരമുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ മാത്യു ടി തോമസ്. മാത്യു ടി തോമസ്, പ്ലീസ്. സർക്കാർ തലത്തിൽ നടത്തുന്ന ഡി അഡിക്ഷൻ സെന്റേഴ്സ് വളരെ ഫലപ്രദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മൈക്കുണ്ട്. യെസ്. സാർ, ബോധവൽക്കരണവും കൗൺസിലിങ്ങും ചികിത്സയും ഒക്കെ ഏറ്റവും ഫലപ്രദമായി ശാസ്ത്രീയമായി നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും നാട്ടിൽ നിരവധിയായിട്ടുണ്ട്. സാർ, ഈ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഒരു പ്രശ്നം, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അവർക്ക് സ്ഥാപനം എന്ന നിലയിലുള്ള ലൈസൻസ് കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിരുന്നു. അവർക്ക് ലൈസൻസ് കിട്ടുന്ന കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി കൂടിയായ അങ്ങ് ഫലപ്രദമായി ഇടപെടുമോ? എന്താണ് അതിൻ്റെ തടസ്സം എന്നത് പരിശോധിക്കും. യെസ് മിനിസ്റ്റർ. സർ, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അത് പൊതുവായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആ നിലയിൽ തന്നെ പരിശോധിക്കാം. ഓരോ കേസ് ടു കേസ് എന്ന നിലയ്ക്കാണെങ്കിൽ അങ്ങനെയും അത് പരിശോധിക്കാവുന്നതാണ്. ഒരു കാര്യം ഈ സഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റർ മീറ്റിൻ്റെ ഭാഗമായി അവിടെ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ലൈസൻസ് ചട്ടങ്ങൾ ഉദാരമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ആദ്യം പുറപ്പെടുവിച്ചിട്ടുള്ളൊരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നറിയിക്കുകയാണ്. പഞ്ചായത്ത് ലൈസൻസ് ചട്ടങ്ങൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. തൊട്ട് പിന്നാലെ മുനിസിപ്പൽ ചട്ടങ്ങളും അതുപോലെ പരിഷ്കരിക്കുന്ന ഉത്തരവ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പൊതുവിലുള്ള ലൈസൻസ് ചട്ടങ്ങളുടെ കാര്യത്തിൽ ഇത് പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഗൗരവമായി തന്നെ പരിശോധിക്കും. അങ്ങ് ഉയർത്തിയിട്ടുള്ള പ്രശ്നം നേരത്തെ ബഹുമാനായിട്ടുള്ള സനീഷ് കുമാർ ജോസഫിന്റെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങയുടെ ചോദ്യത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, ഈ സർക്കാർ വന്നതിന് ശേഷം മദ്യഷാപ്പുകളുടെ എണ്ണം ഏറെ വർദ്ധിച്ചു. ഈ മദ്യഷാപ്പുകളുടെ വർധനവനുസരിച്ച് തന്നെ മദ്യപാനികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വർദ്ധിച്ച് കുട്ടികളിലേക്ക് പോലും ഇത് വളരെ വലിയ വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരള കൗമുദിയിലാണ് ഈ അടുത്തൊരു വാർത്ത വായിക്കുകയുണ്ടായി. 1057 വിദ്യാലയങ്ങൾ മദ്യ ലഹരി മാഫിയയുടെ പിടുത്തത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇത് സൂക്ഷിക്കാൻ പോലും സംവിധാനങ്ങളുണ്ട് എന്നാണ് പത്രത്തിലെ വാർത്ത വായിക്കാൻ കഴിഞ്ഞത്. ഇത് തടയാൻ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? കുട്ടികളിലെ വ്യാപനം തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്കുണ്ട്? എന്തൊക്കെ മിനിസ്റ്റർ പ്ലീസ് ചോദ്യോത്തരത്തിന്റെ സമയത്ത് ഇങ്ങനെ അണ്ണസറി കമന്റ്സ് പറയില്ല പ്ലീസ് മിനിസ്റ്റർ. സർ, ഞാനത് ആണ് നേരത്തെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വിശദമായി പറഞ്ഞത്. എന്നെല്ലാമാണ് സ്കൂളുകളിലെ ലഹരിയുടെ സ്വാധീനം തടയാൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളെന്ന് വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. 30,000-ലേറെ സ്കൂൾ പരിസര പരിശോധനകൾ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ നടത്തിയിട്ടുണ്ട്. ആ പരിശോധനകൾ തുടരുകയുമാണ്. ശ്രീ ടി ഐ മധുസൂദനൻ. സർ, വിമുക്തി മിഷൻ മാതൃകാപരമായിട്ടുള്ള നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 9,000-ഓളം വിദ്യാർത്ഥികളെ ലഹരി കെണിയിൽ നിന്ന് മോചിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും അനുഭവം പങ്കുവച്ചത്. ചോദ്യം ഇതാണ്: ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, SPC ഇവരെല്ലാം ഉൾപ്പെടുത്തി കൃത്യമായ തുടർ പരിശോധനയോടെയുള്ള സംവിധാനം ഫലപ്രദമാക്കും. സർ, പരിശോധനകൾ നിരന്തരമായിട്ട് നടന്നു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഏകോപിപ്പിക്കാനും സംസ്ഥാന തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായി
ജില്ലാ തലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അധ്യക്ഷരായി, അതുപോലെ തദ്ദേശ സ്ഥാപന തലത്തിൽ തദ്ദേശ സ്ഥാപന മേധാവികൾ അധ്യക്ഷരായി, വാർഡ് തലത്തിലും സ്കൂൾ തലത്തിലും PTA, മറ്റ് സന്നദ്ധ സംഘടനകൾ തുടങ്ങി ജനപ്രതിനിധികൾ എല്ലാവരും അടങ്ങുന്ന സമിതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരിടത്തും അതില്ല, കേരളത്തിൽ മാത്രമാണുള്ളത്. ഇപ്പോൾ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. സംസ്ഥാന തലം മുതൽ വാർഡ് തലവും സ്കൂൾ തലവും വരെ ഇത്തരത്തിലുള്ള സമിതികൾ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. അവരുടെ തന്നെ സജീവമായിട്ടുള്ള ഇടപെടലുണ്ട്. അധ്യാപകരെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ യോദ്ധാവ് എന്ന ഒരു പദ്ധതി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഴുതടച്ച പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സാർ, ഇതിൻ്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് നേരിട്ടൊരു കത്തെഴുതുകയാണ്. അദ്ദേഹം പ്രിയപ്പെട്ട മക്കളെ എന്ന് തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ലഹരിയുടെയും മറ്റ് ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയണം. അവയ്ക്കെതിരെ സദാ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായി അണിയേറണം. നമ്മുടെ ചുറ്റുമുള്ളവരെ ലഹരിയുടെ വരയിൽപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് ചുമതലയുണ്ട്. നല്ല വായനാശീലം വളർത്താനും പ്രത്യേകം ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തെഴുതുകയാണ്. കത്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. സർ, നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു സ്കൂളുകളിലൊക്കെ വിമുക്തിയുടെ ഭാഗമായി ക്ലാസ് എടുക്കുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ക്ലാസ് എടുക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് വലിയ ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതിനകത്ത് 2 പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ മറ്റുള്ള പോകുമ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവർക്ക് അതിലെ സ്ട്രെങ്ത് കുറവാണ് നമ്മുടെ എക്സൈസ് വകുപ്പിൽ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അതൊരു പ്രശ്നം. 2 എന്ന് വെച്ചാൽ ഇവർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാനൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കുട്ടികളും അലക്ഷ്യമായിരിക്കും, ഇതൊന്നും കേൾക്കുന്നില്ല. അവരവരുടെ ഒരു ഡ്യൂട്ടി എന്നതിൽ പറഞ്ഞങ്ങോട്ട് പോവുകയും ചെയ്യുന്നത്. സർ, അവിടെ ചെയ്യേണ്ടത് മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന നല്ല നല്ല വ്യക്തികൾ, ചെറുപ്പക്കാരുണ്ട്, എല്ലാ ലെവലിലുള്ള ആളുകളുമുണ്ട്. ആ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന വ്യക്തികളെ നമ്മൾ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്ന് അവർ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്ന ക്ലാസ് എടുത്താൽ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കുള്ളൂ. അത് കേൾക്കാനും അത് മനസ്സിലേക്ക് അത് അവർക്ക് അതേ രീതിയിൽ തന്നെ അത് ഉൾക്കൊള്ളാൻ രീതിയിൽ അവർ ക്ലാസ് എടുക്കും. അങ്ങനെ എക്സൈസ് വകുപ്പ് ഇതിനെ താല്പര്യമെടുത്ത് അത് നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത്. സാർ, ഞാൻ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു, നമ്മൾ വകുപ്പിൽ നിന്ന് നിംഹാൻസിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പരിശീലനം കൊടുത്തിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥരുണ്ട്. അതിന് പുറമെ മറ്റ് വിദഗ്ധരെയും സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള വിദഗ്ധരുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിദഗ്ധരുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. വലിയ പ്രതികരണമാണ് അതിന് കിട്ടിയത്. ആ ഹാള് നിറഞ്ഞു കവിഞ്ഞ് പങ്കാളിത്തമുണ്ടായി. അവരുടെ എല്ലാം സേവനം ഇപ്പോൾ പല നിലയിൽ ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കുന്നവരെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ സ്പീച്ച് എന്ന പേരിൽ നടത്തുന്ന പല സ്പീച്ചും അത്ര മോട്ടിവേറ്റിംഗ് അല്ല എന്നുള്ള പ്രശ്നം കൂടി നമ്മൾ ശ്രദ്ധയപ്പെടേണ്ടതുണ്ട്. അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. വിദഗ്ധരെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവരെ നമുക്ക് ഉപയോഗിക്കാം. മോട്ടിവേഷൻ സ്പീച്ച് എല്ലാം വളരെ ശാസ്ത്രീയ അടിത്തറയോടുകൂടിയൊന്നും നടത്തുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പാടെ തള്ളിക്കളയുകയല്ല, പക്ഷേ ഈ ജാഗ്രതയോടുകൂടി നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാവരെയും ഉപയോഗിക്കാം. ചോദ്യം നമ്പർ 152 ശ്രീ പി ഉബൈദുള്ള. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എയും ബിയും സിയും തിരുവനന്തപുരം, കണ്ണൂർ, വിയ്യൂർ എന്നീ 3 സെൻട്രൽ ജയിലുകളിലും വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലും വിയ്യൂർ ജില്ലാ ജയിലിലെ വനിതാ ബ്ലോക്കിലും മതിലുകളുടെ മുകളിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനുള്ള ചുമതല അതത് ജയിൽ സൂപ്രണ്ടുമാർക്കാണ്. 25/7/25 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു തടവ് പുള്ളി മതിൽ ചാടിപ്പോയ സാഹചര്യമുണ്ടായി. മണിക്കൂറുകൾക്കകം ഇയാളെ ജനങ്ങളുടെ സഹായത്തോടെ പോലീസ് പിടികൂടുകയും ചെയ്തു. സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 899/2025 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും
സംസ്ഥാന പോലീസ് മേധാവിയുടെ 1/9/2025 ഉത്തരവ് പ്രകാരം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരുന്നു. ഉത്തരമേഖല ജയിൽ DIG നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജയിലിലെ വൈദ്യുത വേലി പ്രവർത്തനക്ഷമമല്ലാതിരുന്നത് സംഭവത്തിനിടയാക്കിയ കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തിയിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ 4 ജയിൽ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചും ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുന്നതിന് ജസ്റ്റിസ് റിട്ടയേർഡ് ശ്രീ CN രാമേന്ദ്രൻ നായർ, മുൻ പോലീസ് മേധാവി ശ്രീ ജേക്കബ് പുന്നൂസ് എന്നിവരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 26/7/25 ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളാണ് കമ്മിറ്റി പരിശോധിക്കുന്നത്. സർ, ടേബിൾ ചെയ്താൽ പോരെ? യെസ്, താങ്ക് യു. ശ്രീ P. ഉബൈദുള്ള. സർ, കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള ജയിലുകളിൽ മറ്റു ജയിലുകളിൽ നിന്ന് വ്യത്യസ്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താറുണ്ടോ? ട്രെയിനിൽ വെച്ചൊരു പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്ത് തള്ളിയിട്ട് കൂടച്ചാടി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന ജയിലിൽ എന്തൊക്കെ തരത്തിലുള്ള അധിക സുരക്ഷകളാണ് ഏർപ്പെടുത്തിയിരുന്നത്? എന്നിട്ടും അതൊക്കെ മറികടന്ന് അയാൾ ജയിൽ ചാടിയത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയോ? അയാൾക്ക് ജയിൽ ചാടാൻ ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം കിട്ടിയിട്ടുള്ള ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് കണ്ടെത്തൽ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. CM, ബഹുമാനപ്പെട്ട CM. സർ, ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവമായ നടപടികൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ് AK, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ് S, അഖിൽ ചാരിറ്റ്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് റിജോ KC ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഗൗരവമായി തന്നെ നടക്കുകയാണ്. പൊതുവിൽ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യം ഈ കമ്മീഷൻ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരും ശ്രീ ജേക്കബ് പുന്നൂസും ഉൾക്കൊള്ളുന്ന കമ്മീഷൻ അവരുടെ പരിശോധനയുടെ ഭാഗമായി സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തടവ് പുള്ളി രക്ഷപ്പെടാനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ പ്രധാന ജയിലുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ, മാനവവിഭവശേഷി, ഉദ്യോഗസ്ഥ പരിശീലനം, നിലവിലുള്ള നടപടിക്രമം ഇവയെല്ലാം സമഗ്രമായി വിലയിരുത്തി പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ വരട്ടെ, ശക്തമായി നടപടികൾ നമുക്ക് സ്വീകരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, പല ജയിലുകളിലും വിശേഷിച്ച് രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ പാർപ്പിച്ചിട്ടുള്ള ജയിലുകളിൽ ജയിൽ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നില്ലെന്നും രാഷ്ട്രീയ സ്വാധീനമുള്ള അത്തരം പ്രതികളെ ജയിൽ ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയാണെന്നും അതാണ് ജയിൽ സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നതെന്നും വിചാരണ തടവുകാരും ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരും ഇവരെ ഭയന്നാണ് ജയിലുകളിൽ കഴിയുന്നതെന്നുമുള്ള ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ കാര്യത്തിൽ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഒരു സംഘർഷാവസ്ഥ ജയിലുകളിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ജയിലിലെ കുറ്റവാളികളായവർ മാത്രമല്ല, സാധാരണഗതിയിൽ റിമാൻഡ് തടവുകാരും കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ ഈ ജയിലിലെ അന്തേവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായ നടപടി തന്നെ
ഉദ്യോഗസ്ഥർ സ്വീകരിക്കാറുണ്ട്. രാഷ്ട്രീയ കേസുകളുടെ ഭാഗമായി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും ആനുകൂല്യമോ അവകാശമോ ജയിലുകളിൽ അനുവദിക്കുന്നില്ല. അതൊക്കെ അനാവശ്യമായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ്. കൃത്യമായി ജയിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് ജയിലിനെ കൊണ്ടുപോകുന്നതിനാണ് ജയിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ശ്രീ എൻ എ നെല്ലിക്കുന്ന്. സർ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ 160-ലധികം വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് തടവുകാരെ പാർപ്പിച്ചിട്ടുള്ളത്. അത് പൊളിച്ച് ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെ ജയിലിൽ കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ മതിലും പണിയാൻ പദ്ധതിയുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ മണ്ഡലത്തിൽ കാസർഗോഡ് സ്പെഷ്യൽ ജയിൽ 80 വർഷത്തെ പഴക്കമുണ്ട്, ധാരാളം പരിമിതികളുണ്ട്. അതും പുനർനിർമ്മിക്കാൻ സർക്കാരിന് പദ്ധതികളുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട CM. സർ, ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചത് ഗൗരവമായ ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. നമ്മുടെ ജയിലുകളെന്ന് പറയുന്നത് പലതും വളരെ കാലപ്പഴക്കമുള്ളതാണ്. അത് കാലാനുസൃതമായി മെച്ചപ്പെടുത്താനുള്ള നടപടികൾ പലപ്പോഴായി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ജയിൽ സൗകര്യങ്ങൾ അത് വീണ്ടും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ജയിലുകളും വേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള ഗൗരവമായ ആലോചനയിൽ തന്നെയാണ് സർക്കാരുള്ളത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിന് ഉള്ള ജയിലിൻ്റെ കാര്യവും പ്രത്യേകമായി ഈ കൂട്ടത്തിൽ പരിഗണിക്കാം. ശ്രീ നജീബ് കാന്തപുരം. സർ, ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മിക്ക വികസിത രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതികമായ സൗകര്യങ്ങൾ ഒരുക്കി വരികയാണിപ്പോൾ. പ്രത്യേകിച്ചും ബയോമെട്രിക് മോണിറ്ററിംഗ്, AI ബേസ്ഡ് സർവേലൻസ്, ഇലക്ട്രോണിക് ടാഗിംഗ്, മോഷൻ സെൻസേഴ്സ്, സ്മാർട്ട് ഫെൻസിംഗ്, ഡ്രോൺ സർവേലൻസ്, റിയൽ ടൈം ട്രാക്കിംഗ് തുടങ്ങിയിട്ടുള്ള ആധുനികമായിട്ടുള്ള നിരവധിയായ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിൽ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ജയിലിൻ്റെ മതിലുകൾ ഉയർത്തിയതുകൊണ്ട് മാത്രമായില്ല സർ. ഇന്ന് അത്രയേറെ ടെക്നോളജി അറിയുന്ന അല്ലെങ്കിൽ സാങ്കേതികമായ പരിജ്ഞാനമുള്ള തടവറയിൽ കഴിയുന്ന പ്രതികളെ ഇത്തരത്തിൽ ജയിൽ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പലതരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും ലഭ്യമാകും എന്നിരിക്കെ ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയെ ജയിൽ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ഏതെങ്കിലും പുതിയ ഐഡിയാസ് ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, തീർച്ചയായും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനനുസരിച്ച് ജയിലുകളിലും ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി നേരത്തെ കോടതികളിൽ കേസ് വരുമ്പോൾ നേരെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിനകത്താണെങ്കിൽ അവരെ കോടതിയിൽ ഹാജരാക്കണമായിരുന്നു. ഇപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി ജയിലിനകത്ത് നിന്ന് തന്നെ അവർക്ക് ഹാജരാകാൻ പറ്റും. ഇത് ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും ആ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ ബോഡി സ്കാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാവുന്നത് തന്നെയാണ്. ശ്രീ P. അബ്ദുൽ ഹമീദ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ N. ഷംസുദ്ദീൻ. സർ, നമ്മുടെ ജയിലുകൾ കാര്യക്ഷമമാകേണ്ടതിനെ സംബന്ധിച്ച് വകുപ്പെടുത്ത നടപടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിച്ചത്. സർ, ഇവിടെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചു രാഷ്ട്രീയ സംഘർഷങ്ങളിലെ തടവുകാർക്ക് പ്രത്യേകിച്ച് പരിരക്ഷയൊന്നും കിട്ടുന്നില്ല. സർ, അത് ഇവിടെ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണ്, ഭക്ഷണം, മദ്യമടക്കം ജയിലിൽ ചില പ്രത്യേക തടവുകാർക്ക് ലഭിക്കുന്നു എന്നുള്ളത്. സർ, ഈ അടുത്ത് നമ്മളൊക്കെ നെട്ടിച്ചൊരു സംഭവം, ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇടയിൽ ഒരു സ്ഥലത്ത് പ്രത്യേകമായി മദ്യപാനത്തിന് ഈ പ്രതികൾക്ക് സൗകര്യം ഏർപ്പെടുത്തുകയും അവർ മദ്യപിക്കുന്നത് ടെലിവിഷനിലൂടെ ജനം കാണുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ സംബന്ധിച്ച് ഇത് ആര് ചെയ്തു, ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? സർ, ജയിലിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ആർക്കും പ്രത്യേക പരിഗണനയില്ല. എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജയിലിനകത്തുള്ള തടവ് പുള്ളികൾ അവരെ വിവിധ കേസുകളിൽ ഹാജരാക്കപ്പെടുമ്പോൾ ആ ഹാജരാക്കപ്പെടുന്നത് വളരെ അകലെയായിരിക്കും. അവിടെ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും ചായ കഴിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും
കൂടെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കും. ആ സൗകര്യം ചെയ്താൽ അത് ഒരു കുറ്റമായിട്ട് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ഭക്ഷണവും ചായയും ഒക്കെ കഴിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ അതിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കപ്പെടും. സർ, ഇവിടെ സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിൻ്റെ മേലെ തന്നെ നടപടിയെടുക്കാൻ പുറപ്പെട്ടൊരു കാലമുണ്ടായിരുന്നു. നമ്മൾ മറക്കണ്ട. അങ്ങനെ ചെയ്യുന്നത് സാധാരണഗതിയിൽ മനുഷ്യത്വപരമായ കാര്യമാണോ? ജയിലിനകത്തുള്ള തടവ് പുള്ളിയായിപ്പോയി എന്നുള്ളത് കൊണ്ട് ആ തടവ് പുള്ളിക്ക് സാധാരണഗതിയിലുള്ള മാനുഷിക അവകാശങ്ങളില്ലേ? ഇവിടെ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ആ തെറ്റായ കാര്യങ്ങൾ പൊറുപ്പിക്കാൻ പാടില്ല. അത് സംയമനത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല. ശക്തമായ നടപടിയിലേക്ക് തന്നെ നീങ്ങുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ആ നടപടി എപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. ശ്രീ വി ജോയ്. സാർ, ജയിലുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചു വന്നത്. അതിൽ ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞവരുടെ ധാരാളം ആളുകൾ ജയിലിലുണ്ട്. സാർ, ജയിലുകളിൽ ഓവർ ക്രൗഡിംഗ് കുറയ്ക്കുന്നതിന് 26/7/2025 ചേർന്ന യോഗത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്? ബഹുമാനപ്പെട്ട CM. സർ, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയാണ് നേരത്തെ നടന്നിരുന്നത്. അതിൻ്റെ ഭാഗമായി ഒന്ന്, ജയിലുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കലാണ് പ്രധാനം. അതിൽ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഓവർ ക്രൗഡിങ് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ കണ്ട ഒരു കാര്യം, അട്ടക്കുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ, ഇവ അനക്സ് ചെയ്താൽ ഏകദേശം 300 തടവുകാരെ പാർപ്പിക്കാൻ കഴിയും. വനിതാ ജയിൽ സെൻട്രൽ പ്രസിഡന്റിന് അടുത്തുള്ള ഒരു ബ്ലോക്കിലേക്ക്, വനിതാ ജയിൽ സെൻട്രൽ പ്രസിഡന്റിന് അടുത്തുള്ള ഒരു ബ്ലോക്കിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലാ ജയിലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് പൂർത്തിയായാൽ 150 പേരെ പാർപ്പിക്കാൻ കഴിയും. അതിലേക്ക് ആവശ്യമായ തസ്തികകളും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ മുട്ടൻ ജില്ലാ ജയിൽ ഏകദേശം 100 അന്തേവാസികളെ കൂടി പാർപ്പിക്കാൻ പറ്റും. അതിന് മതിയായ തസ്തികകൾ അനുവദിക്കുന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. കോട്ടയം, പത്തനംതിട്ട മേഖലയിൽ ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് വിയൂർ ജയിലുള്ളത്. പിന്നെ അങ്ങോട്ടാണ് തവനൂരും കണ്ണൂരും. അപ്പോൾ ഈ മധ്യഭാഗത്തായി ഒരു ജയിലുണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്നാണ് കണ്ടത്. ഓവർ ക്രൗഡിങ് കുറക്കുന്നതിന് അത് സഹായകരമാകും. നേരത്തെ പറഞ്ഞു വീഡിയോ കോൺഫറൻസിങ് സംവിധാനത്തെപ്പറ്റി. അത് 100% നടപ്പിലാക്കണമെന്ന് കണ്ടിട്ടുണ്ട്. കഴിയാവുന്നത്ര നിലവിലുള്ള കോടതിയുടെ സമീപത്തെ ജയിലുകളിൽ തടവുകാരെ പാർപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. കോടതിയിലേക്ക് എല്ലാ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ടുമാരും ജയിലുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം സമർപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. സർ, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം മാസങ്ങൾ നീണ്ട പ്രിപ്പറേഷനും സ്വയം ശരീരം ചെറുതാക്കലും ഭക്ഷണം കുറച്ചും ഒഴിവാക്കിയും മാസങ്ങൾ നീണ്ടതായിരിക്കുന്ന പ്രിപ്പറേഷനും ഡോറ് വെട്ടി അവിടെ നൂല് കെട്ടി ഒരു വലിയതായിരിക്കുന്ന മതിൽ ചാടി ഒരു ഹാഫ് കൈയുള്ളതായിരിക്കുന്ന കൊടും കുറ്റവാളി ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് സർ. സർ, ഇത്തരം കൊടും കുറ്റവാളികളെ എത്ര പേർ ജയിലിലുണ്ട്? അവരെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, ഇത് ശരിയായൊരു നിർദ്ദേശമാണ്. കൊടും കുറ്റവാളികളായിട്ടുള്ളവർ പാർക്കുമ്പോൾ ആ കൊടും കുറ്റവാളിയെ കുറേ കാലം സഹവാസത്തിൽ കഴിയുമ്പോൾ സാധാരണഗതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരും കാണും. അങ്ങനെ കാണാൻ പാടില്ല. എല്ലാ ഘട്ടത്തിലും അവരെ ഗൗരവമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. അത് ശരിയായ നിർദ്ദേശമാണ്. എല്ലാ ഘട്ടത്തിലും
അവരുടെ കാര്യത്തിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ പി മമ്മിക്കുട്ടി. സർ, ജയിലുകളിലെ അന്തേവാസികളിൽ മാനസികാസ്വാസ്ഥ്യം വർദ്ധിക്കുന്ന സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? സർ, ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനം തന്നെയുണ്ട്. ആവശ്യമായ ജയിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. മാനസിക അസ്വാസ്ഥ്യം കൂടുന്ന അവസ്ഥ വന്നാൽ അതിന് പ്രത്യേകമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ചോദ്യം നമ്പർ 153 ശ്രീ യു ആർ പ്രദീപ്, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉത്തരം ടേബിൾ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ശ്രീ യു ആർ പ്രദീപ്. സർ, നമ്മുടെ ഒന്നാം ചോദ്യത്തിൽ തന്നെ ലഹരിക്കെതിരായിട്ട് വലിയ ഇടപെടൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എൻ്റെ ചോദ്യം, ഇപ്പോൾ ഈ ലഹരിക്കെതിരായി വേണ്ടിയിട്ടാണ് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലെല്ലാം വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കത് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തലത്തിൽ ജനപ്രതിനിധികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ വാർഡ് തലത്തിലെ കമ്മിറ്റികൾ രൂപീകരിക്കാനും അവർക്ക് ജില്ലാ പഞ്ചായത്ത് തലത്തിലോ സംസ്ഥാന തലത്തിലോ മികച്ച ജനപ്രതിനിധികൾ നടത്തിയ ഇടപെടൽ നൽകി ഒരു അവാർഡ് പ്രഖ്യാപിക്കാൻ കഴിയുമോ, നാടിനാകെ അതിനെ പുറകെ നിർത്താൻ കഴിയുമോ എന്നതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. സർ, വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ നിലവിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം ഞാൻ നേരത്തെയുള്ള മറുപടിയിൽ പറഞ്ഞതാണ്. ധാരാളം പ്രവർത്തനങ്ങൾ, മറുപടി വളരെ നീണ്ടുപോകുന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ചുരുക്കിയതാണ്. ഇപ്പോൾ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബാല്യം അമൂല്യം എന്ന പദ്ധതി 140 സ്കൂളുകളിൽ ആരംഭിച്ചു, മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്താനും പരിഹരിക്കാനും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP തയ്യാറാക്കിയിട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേർവഴി എന്ന പേരിൽ ഈ കൗൺസിലിംഗ് നൽകുന്നതിന് തുടക്കത്തിലെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തി കൗൺസിലിംഗ് കൊടുക്കാൻ നേർവഴി എന്ന രൂപത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ശ്രദ്ധ എന്ന പേരിൽ കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അധ്യയന വർഷം ആരംഭം മുതൽ തന്നെ മഫ്തി പെട്രോളിങ്ങും ബൈക്ക് പെട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ്, സ്കൂൾ സമയം ആരംഭിക്കുന്നതിന് മുമ്പും ക്ലാസ് ആരംഭിച്ച ശേഷവും സ്കൂൾ പരിസരങ്ങളും സംശയമുള്ള സ്ഥലങ്ങളിലും പെട്രോളിംഗ് നടത്തുന്നുണ്ട്. എക്സൈസ് വകുപ്പ് സ്വന്തം നിലയിലും പോലീസും മോട്ടോർ വാഹന ആരോഗ്യ വകുപ്പുകളുമായി ചേർന്നും പരിശോധനകളും രഹസ്യ നിരീക്ഷണങ്ങളുമുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി കറങ്ങി നടക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മഫ്തിയിലും മറ്റുമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ അത് നിരീക്ഷിക്കുന്നുണ്ട്. അവരേതെല്ലാം കുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിവയൊക്കെ നിരീക്ഷണ വിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. സർ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നു. വാർഡ് തലത്തിലുള്ള കമ്മിറ്റി ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം തീർച്ചയായിട്ടും പരിശോധിക്കാവുന്ന ഒരു നിർദ്ദേശമാണ്. ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക ചെലവഴിക്കാനുള്ള അനുമതിയും സർക്കാർ നൽകിയിട്ടുണ്ട്. ഒരു നിശ്ചിത തുക ചെലവഴിക്കാനുള്ള അനുമതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വളരെ നന്ദി സർ. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ഈ ഗ്രാമങ്ങളിലെ വായനശാലകൾ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. ഏകദേശം ഒരു വർഷം 10-20 പ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ലഹരിക്കെതിരായിട്ട് വലിയ ക്യാമ്പയിൻ അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു നിർദ്ദേശം, സംസ്ഥാനത്ത് ഇത്തരം ബന്ധപ്പെട്ട വകുപ്പുമായി കൂടിയാലോചിച്ച് ആ വായനശാലകൾക്ക്, സാധാരണ എല്ലാ വായനശാലകൾക്കും ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. അത്തരം ഗ്രാൻഡ് എല്ലാവർക്കും കൊടുക്കാതെ ഈ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുന്ന വായനശാലകൾക്ക് എക്സ്ട്രാ ഗ്രാൻഡ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടൽ കൂടെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. സർ, നമുക്ക് എല്ലാത്തിനും ഗ്രാൻഡ് കൊടുത്ത് ഏത് കാര്യത്തിനും സാമ്പത്തികമായ സഹായം കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതിന് പകരം വായനശാലകൾക്ക് സ്വന്തം നിലയിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ, ആളുകളെ അണിനിരത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്താവുന്നതാണ്. വായനശാലകളുടെ ഒരു പരിമിതിയായിട്ട് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് പുതുതലമുറ വായനശാലകളിലേക്ക് വേണ്ടത്ര വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല വേനൽശാലകളും നമ്മളെല്ലാം വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നവരാണ്. യുവജന വായനശാല എന്നായിരിക്കും പേര്. പക്ഷേ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഭാരവാഹികളും വേദിയിലും സദസ്സിലുള്ളവരിൽ ബഹുഭൂരിപക്ഷവും യുവജനങ്ങളായിരിക്കില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. അപ്പോൾ വായനശാലകൾ കൂടുതൽ ചെറുപ്പക്കാരിലേക്കും കുട്ടികളിലേക്കും എത്താനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ഒപ്പം ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. ശ്രീ ഡി കെ മുരളി. സർ, ഈ സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ലഹരി പരിശോധനയും ക്യാമ്പയിനും ഒക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടി നവമാധ്യമങ്ങളെ, ഇൻസ്റ്റാഗ്രാം, മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എക്സൈസിനും വേണ്ടി വന്നാൽ SPC പോലുള്ള വിദ്യാർത്ഥി മൂവ്മെൻറ്റിനുമൊക്കെ പരിശീലനം കൊടുത്ത് നവമാധ്യമങ്ങളെ നിരീക്ഷിക്കുവാനും സോഴ്സുകൾ കണ്ടെത്തുവാനുമുള്ള
നടപടികളിലേക്ക് പോകാൻ കഴിയുമോ? യെസ് മിനിസ്റ്റർ. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എക്സൈസും പോലീസും വളരെ ശക്തമായ നിരീക്ഷണം തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഡാർക്ക് വെബ് ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വ്യാപാരം സംബന്ധിച്ച വലിയ കണ്ടെത്തലുകൾ അതിൻ്റെ കൂടി ഫലമായിട്ട് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ പരിശോധനകൾ, നിരീക്ഷണങ്ങൾ ശക്തമാണ്. സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിരീക്ഷണമുണ്ട്. അത് തുടരുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ എക്സൈസ് വകുപ്പിലെ IT സെല്ലിനെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. സീഡാക്കിൽ നിന്ന് IT സെല്ലിലെ ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന നിലവാരമുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. IT സെല്ലിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് മാക്ബുക്കും ഐമാക് എന്നിവയൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഗൗരവമായി തന്നെ ആ കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ശ്രീ KM സച്ചിൻ ദേവ്. സർ, വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാനും ബോധവൽക്കരിക്കുന്നതിനുമായി സ്കൂളുകളിൽ SPC മോഡൽ സ്റ്റുഡൻസ് എക്സൈസ് കാഡറ്റ് എന്ന പുതിയ ഒരു സംവിധാനം രൂപീകരിക്കാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ കോളേജുകളിൽ, പ്രത്യേകിച്ച് കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളും ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റെടുക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള മാർഗനിർദ്ദേശം നൽകി ആ ക്യാമ്പയിൻ ശക്തിപ്പെടുത്താൻ സർക്കാരിന് മുന്നിൽ ഏതെങ്കിലും നിലയിലുള്ള നടപടികളുണ്ടോ? സർ, SPC നന്നായി തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഒരു സംവിധാനം, അധിക സംവിധാനം കൂടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. SPCയുടെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട്. അതിന് പുറമെ NSS ഉണ്ട്, കോളേജുകളിലൊക്കെ ആണെങ്കിൽ NCC ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നേർവഴി, ശ്രദ്ധ, നേർക്കൂട്ടം തുടങ്ങിയിട്ടുള്ള ധാരാളം പദ്ധതികളുണ്ട്. അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കലല്ല, നിലവിലുള്ളതിനെ കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. പിന്നെ കോളേജ് യൂണിയനുകൾ, അത് സർവകലാശാല യൂണിയനുകളും ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ധരുടെ ഇത് സംബന്ധിച്ച യോഗത്തിൽ ഇത്തരം ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം പ്രത്യേകമായിട്ട് നേരത്തെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരോടും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കോളേജ് യൂണിയനുകളും സർവകലാശാല യൂണിയനുകളും ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ PP സുമോദ്. സാർ, ഈ ലഹരി കടത്തിന് വിവിധ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. തീവണ്ടി, അതോടൊപ്പം തന്നെ വിവിധ വാഹനങ്ങൾ. സാർ, ലഹരി കടത്തിൻ്റെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കടൽ വഴിയാണ് എന്ന് പറയപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് ഇത്തരമൊരു കൈമാറ്റം അതിരുടെ കൈയോടെ പിടികൂടിയിട്ടുണ്ട്. സാർ, കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? വിശദമാക്കാം. സർ, കടൽ വഴിയുള്ള ലഹരിക്കടത്ത് തടയേണ്ടതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ദേശീയ ഏജൻസികൾക്കാണ്. കോസ്റ്റ് ഗാർഡ് പോലുള്ള ഏജൻസികൾ, അതുപോലെ നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പോലുള്ള ഏജൻസികൾ, അങ്ങനെയുള്ള ഏജൻസികൾക്കാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം. നമ്മൾ ഫലപ്രദമായിട്ടുള്ള നടപടികൾ നമുക്ക് നമ്മുടെ അധികാരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15,000 കോടിയുടെ ലഹരി വേട്ട നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയതാണ്. ദേശീയ ഏജൻസി നടത്തിയ അറസ്റ്റ് ചെയ്ത കേസിലെ പ്രതി ഒരു ഇറാനിയൻ പൗരനായിരുന്നു. പക്ഷേ വിട്ടയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വിട്ടയക്കുന്ന സ്ഥിതി ഉണ്ടായത്. അത് വലിയ വാർത്തയുമായിരുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏജൻസികൾക്ക് കേരളത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം അന്വേഷണങ്ങൾ നടത്താനാവുക. അതേസമയം ഇവിടെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളിൽ നിന്ന് കിട്ടുന്ന തുമ്പ് പിന്തുടർന്നുകൊണ്ട് കേരളത്തിന് പുറത്തും നമ്മൾ എത്തിയിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അൻഡമാനിലേക്ക് പോയതും ആദ്യമായി അൻഡമാനിൽ ഒരു പുറത്തു നിന്നുള്ള ഏജൻസി എത്തിയത് കേരള എക്സൈസ് ആണ് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കിയതാണ്. 100 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ബങ്കറിൽ ഒളിപ്പിച്ചത്, അവിടെ തന്നെ നശിപ്പിച്ചത്. സർ, അടുത്ത കാലത്താണ്, കഴിഞ്ഞ മാസവും മറ്റുമാണ് കേരള പോലീസ് ഡൽഹി ഹരിയാന പോലീസിന്, ഇപ്പോൾ കോഴിക്കോട് ടൗൺ പോലീസാണ്, നമ്മുടെ ഗുർഗാവിൽ ചെന്ന് അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ രാസലഹരി ഫാക്ടറി കണ്ടെത്തിയതും ആ പ്രതികളെ അറസ്റ്റ് ചെയ്തതും. അതോടൊപ്പം തന്നെ നമ്മൾ ഹൈദരാബാദിൽ ചെന്ന്, തൃശ്ശൂർ ടൗൺ പോലീസ് ഹൈദരാബാദിൽ ചെന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ച രാസലഹരി ഫാക്ടറി കണ്ടെത്തിയതും അതിൻ്റെ ഉടമയായ ശതകോടീശ്വരനെ അറസ്റ്റ് ചെയ്തതും നേരത്തെ ഈ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലയിൽ ഇപ്പോൾ പ്രഭവ കേന്ദ്രങ്ങൾ ഉറവിടത്തിലെത്തുന്നില്ല എന്നുള്ള പരാതി പലരും ഉന്നയിക്കാറുണ്ട്. സർ, പ്രധാനപ്പെട്ട കാര്യം ഉറവിടം ഇവിടെയല്ല എന്നുള്ളതാണ്. ഉറവിടം കേരളത്തിന് പുറത്താണ്. ഉറവിടത്തിലെത്തുന്നതിന് കേരളത്തിലെ ഏജൻസികൾക്ക് മാത്രമായിട്ട് അതിന് പരിമിതികളുണ്ട്. മറ്റ് ഏജൻസികളുടെ കൂടി, കേന്ദ്ര ഏജൻസികളുടെ കൂടി ഏകോപനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഉറവിടം നമുക്ക് കണ്ടെത്താനും തകർക്കാനും കഴിയും. നമ്മൾ കണ്ടെത്താവുന്നതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതെല്ലാം. ശ്രീ റോജി എം ജോൺ. സർ, ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നം, അതുപോലെ തന്നെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവുമാണ് ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത്.
ഈ ലഹരിയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലതവണ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഫോഴ്സ്മെൻ്റ് ആണ്, ഇത് പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രചരണ പ്രവർത്തനങ്ങൾ അത് മറ്റേതെങ്കിലും വകുപ്പുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ്, യുവജനകാര്യ വകുപ്പ്, ഇത്തരം വകുപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരും പ്രൊഫഷണലായിട്ടുള്ള കൗൺസിലിംഗ് നടത്താൻ സാധിക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെട്ട ഒരു ടീമിനെ ഇതിൻ്റെ ലഹരിക്കെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു വശത്ത് മദ്യം കൊടുക്കുകയും മറുവശത്ത് ഇത് കഴിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നത് എന്തൊരു പ്രഹസനാണിത്. ഇത് അതുകൊണ്ട് ഇത് ഫലപ്രദമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ഇതിൻ്റെ ഫലപ്രദമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുമോ? സർ, ബഹുമാന്യനായിട്ടുള്ള അംഗം ഉന്നയിച്ച കാര്യം സർക്കാർ ഇപ്പോൾ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും എക്സൈസ് മാത്രമായിട്ടല്ല നടത്തുന്നത്. എക്സൈസ് അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ വിവിധ വകുപ്പുകൾ ഏകോപിച്ചാണ് ഇപ്പോൾ തന്നെ നടത്തുന്നത്. അതിൽ ആരോഗ്യ വകുപ്പുണ്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട്, അതുപോലെ സാമൂഹ്യനീതി വകുപ്പുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്. എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ്. വിദഗ്ധരുടെ സേവനം ഞാനിവിടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിളിച്ചു ചേർത്ത, ഈ നിയമസഭാ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത യോഗം നൂറുകണക്കിന് ആളുകളാണ്, വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത്. അവരുടെ മുഴുവൻ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ട് ഇനി തുടങ്ങേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ തന്നെ നാം ഈ പ്രൊഫഷണലുകൾ, ഈ രംഗത്തെ പ്രൊഫഷണലുകൾ, വിദഗ്ധർ, അവരുടെയൊക്കെ സഹായത്തോടെ ഏകോപിതമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ, ഏകോപിതമായി എന്ന് മാത്രം പറഞ്ഞപ്പോൾ ജനകീയമായിട്ട് കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. എക്സൈസ് ഒറ്റയ്ക്കല്ല. ഇനി എക്സൈസിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഇത് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന നിലയിൽ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റിനെ ഇത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഒന്നാം ഘട്ടത്തിൽ 6300 റെയ്ഡുകൾ നടത്തിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 10800-ലധികം റെയ്ഡുകളാണ് നടത്തിയത്. എൻഫോഴ്സ്മെന്റിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇവിടെ മാത്രമല്ല, കേരളത്തിന് പുറത്തുവരെ എങ്ങനെയാണ് എക്സൈസ് പോയിട്ട് ഇടപെട്ടത് എന്നതിൻ്റെ ഉദാഹരണങ്ങളും പറഞ്ഞു. അതിൻ്റെ നേട്ടമാണ് കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്നു കേരളത്തിൽ എന്നത്. മാത്രമല്ല, ശിക്ഷ നിരക്ക് മാത്രമല്ല സാർ, ശിക്ഷയുടെ വർഷം വർദ്ധിച്ചിട്ടുണ്ട്. 20 വർഷം മുതൽ 30-35 വർഷം വരെ ശിക്ഷിച്ച കേസുകളുണ്ട് എക്സൈസിന്റെ ക്രൈംബ്രാഞ്ച് നിലവിൽ വന്ന ശേഷം. ചോദ്യം നമ്പർ 154 ശ്രീ TP രാമകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട CM. സർ, ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദേശീയ ദുരന്തമായി വിജ്ഞാപനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് 6/8/2024 10/8/2024 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 17/8/2024 സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് 2262 കോടി രൂപയുടെ മെമ്മോറാണ്ടം സമർപ്പിക്കുകയുണ്ടായി. കൂടാതെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതരെയും വീടുകളും ജീവനോപാധികളും നഷ്ടപ്പെട്ടവരെയും പുനരധിവസിപ്പിക്കാൻ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തി 2211 കോടി 10 ലക്ഷം രൂപയുടെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ട് 13/11/2024 കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. പ്രസ്തുത റിപ്പോർട്ട് 7/8/2025 നടന്ന സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിഗണിക്കുകയും ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നതതല സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ 260 കോടി 65 ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടത് എന്നറിയുന്നു. തുക ലഭിച്ചിട്ടില്ല. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ സംസ്ഥാനത്തിന് സഹായകരമായിരുന്ന ദുരന്ത നിവാരണ നിയമം 2005 13-ാം വകുപ്പിലെ വ്യവസ്ഥ 2025 മാർച്ച് 29 പുറപ്പെടുവിച്ച ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുകയുണ്ടായി. സെക്ഷൻ 13 അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് 12/6/2025 കത്ത് നൽകിയെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല. ബാക്കി ടേബിൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ശ്രീ കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ. സർ, ദുരന്ത നിവാരണ രംഗത്ത് ലോകോത്തര മാതൃകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്.
മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പും മറ്റൊരു മാതൃകയായി മാറുമെന്ന് ഉറപ്പാണ്. അഭിനന്ദനങ്ങൾ. എൻ്റെ ചോദ്യം ഇതാണ്: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ്? യെസ്, ബഹുമാനപ്പെട്ട CM. ഓർഡർ പ്ലീസ്. സർ, ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും 64.4705 ഹെക്ടർ സ്ഥലമാണ് സർക്കാർ ഏറ്റെടുത്തത്. ടൗൺഷിപ്പിൻ്റെ ഭാഗമായി 410 വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാവുന്ന രീതിയിലാണ് നിർമ്മാണം. ടൗൺഷിപ്പ് നിർമ്മാണം നല്ല രീതിയിൽ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാതലത്തിൽ ജില്ലാ കലക്ടർ ചെയർപേഴ്സണും ടൗൺഷിപ്പ് പ്രോജക്റ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൺവീനറുമായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഈ കമ്മിറ്റി ഉറപ്പാക്കുന്നുണ്ട്. ശ്രീ ജലീൽ. സർ, ചൂരൽമല ദുരന്തത്തോടനുബന്ധിച്ച് പുനരധിവാസത്തിനായി തയ്യാറാക്കിയ അന്തിമ ഗുണഭോക്തൃ ലിസ്റ്റിൽ എത്ര പേരാണുള്ളത്? അതിൽ നിന്ന് എത്ര പേരാണ് സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം പറ്റി പിരിഞ്ഞു പോയിട്ടുള്ളത്? ബഹുമാനപ്പെട്ട CM. സർ, 3 ഘട്ടങ്ങളിലായുള്ള പുനരധിവാസത്തിന് 402 ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. 295 ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം നൽകി. അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭ്യമായ അപ്പീൽ അപേക്ഷകൾ പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 49 ഗുണഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ CH കുഞ്ഞമ്പു. സർ, ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ പ്രകൃതി ദുരന്തം കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. വലിയ തോതിൽ ജീവനും ജീവനോപാധികളും നഷ്ടമായി. സമാനതകളില്ലാത്ത ഈ ദുരന്തമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പഴുതുകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തിയത് എന്നത് ലോകമാകെ ശ്രദ്ധിച്ചതാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാർ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. എന്നാൽ ചില കുടുംബങ്ങൾ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ തയ്യാറായി. ഈ പുറത്ത് താമസിക്കുന്നവർക്ക് സർക്കാർ പ്രത്യേകമായി ധനസഹായം നൽകുന്നുണ്ടോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, അത് നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. ഈ നമ്മൾ ഒരുക്കുന്ന പുനരധിവാസത്തിൻ്റെ ഭാഗമായുള്ള ടൗൺഷിപ്പിൽ താമസിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ അവർ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അത്തരം ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് 15 ലക്ഷം രൂപ ഇവിടെ വിതരണം ചെയ്യും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇതിനകം 15,60,00,000 രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ ലിൻഡോ ജോസഫ്. സർ, വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ലോകോത്തരമായ പുനരധിവാസം ഉറപ്പാക്കുന്ന പ്രവൃത്തിക്കാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്നത്. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് കൽപ്പറ്റ ബൈപ്പാസിൻ്റെ സമീപം നടക്കുന്ന ദുരിതബാധിതരുടെ പുനരധിവാസം എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്? അവരെ ഇന്ന് മുതൽ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ കഴിയും? ബഹുമാനപ്പെട്ട CM. സർ, ഇതിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതിൽ അടുത്ത ജനുവരി മാസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയും. ചോദ്യം നമ്പർ 155 ശ്രീമതി ശാന്തകുമാരി കെ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. സർ, മറുപടി ടേബിൾ ചെയ്തു. താങ്ക് യു. ശ്രീമതി ശാന്തകുമാരി കെ. സർ, ഈ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാ ആശുപത്രികളും മറ്റ് താലൂക്ക് ആശുപത്രികളൊക്കെ ആയിട്ട് ക്യാത്ത് ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അങ്ങ് അടിയന്തരമായി ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. മിനിസ്റ്റർ. സർ, ബഹുമാനിയായ അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം ആർദ്ര മിഷനിലൂടെ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ സ്ഥാപിക്കുകയും ഹൃദ്രോഗ ചികിത്സ,
ജില്ലാ തലത്തിലേക്ക്, ജില്ലാ ആശുപത്രികളിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് വളരെ ചികിത്സാ രംഗത്തെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഇടപെടലാണ് സാർ. സാർ, ഈ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഇനി നമുക്ക് ശേഷിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലും ഇടുക്കി പാക്കേജിൽ നിന്നും സംസ്ഥാന ബജറ്റിൽ നിന്നും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് പണ്ട് നമുക്കറിയാം വേൾഡ് ടൂറിസം ഡെസ്റ്റിനേഷനിൽ മൂന്നാർ ഉൾപ്പെടുമ്പോഴും ചില രാജ്യങ്ങളിലെങ്കിലും അവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ. സാർ, അതുകൊണ്ട് ഇപ്പോൾ അടിമാലി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, അതുപോലെ നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് അവിടെ കാത്തലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അതുമാത്രമേ, ആ ജില്ല മാത്രമേ ശേഷിക്കുന്നുള്ളൂ സാർ. ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിന് ഒന്നാമത്തെ കാര്യം സാർ, ചികിത്സാ രംഗത്തുണ്ടായിട്ടുള്ള ഈ ഹൃദ്രോഗ ചികിത്സയിലുള്ള ഭീമമായിട്ടുള്ള ചിലവ് കുറച്ചു കൊണ്ടുവരുവാൻ കാത്തലാബുകൾ സ്ഥാപിച്ചതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് സാർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സാർ, ഹൃദയാഘാതം മൂലം ആശുപത്രികളിൽ എത്തുന്നവരുടെ 30% ആളുകൾക്ക് മരണം സംഭവിക്കായിരുന്നു സാർ. പക്ഷേ കാത്തലാബുകൾ സ്ഥാപിച്ചതോടുകൂടി ആ മരണനിരക്ക് 6% കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഓർഡർ. ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു.